നമ്മൾ നെക്സ്റ്റ് പോയിന്റിലേക്ക് വരികയാണ്, പൊട്ടൻഷ്യൽ എനർജി അല്ലേ. അപ്പോൾ നമ്മൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് രണ്ട് എനർജിയുടെ സമ്മാണ്. ഒന്ന് കൈനറ്റിക് എനർജി, രണ്ട് പൊട്ടൻഷ്യൽ എനർജി. ഇനി എന്താണ് പൊട്ടൻഷ്യൽ എനർജി എന്ന് നോക്കാം. മെക്കാനിക്കൽ എനർജി എന്തുവായിരുന്നു? ഒരു മോഷൻ അല്ലെങ്കിൽ ഒരു പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് മെക്കാനിക്കൽ എനർജി. എന്നിട്ട് കൈനറ്റിക് പറഞ്ഞു മോഷൻ കൊണ്ടുണ്ടാകുന്നതിൻ്റെ പർട്ടിക്കുലർ കേസാണ് കൈനറ്റിക്. അപ്പം ഇത് പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊസിഷൻ കൊണ്ടുണ്ടാകുന്നതിൻ്റെ പർട്ടിക്കുലർ കേസ് ആയിരിക്കും പൊട്ടൻഷ്യൽ. പൊട്ടൻഷ്യൽ എനർജി ഈസ് ദി സ്റ്റോർഡ് എനർജി ബൈ വെർച്യൂ ഓഫ് ദ പൊസിഷൻ ഓർ കോൺഫിഗറേഷൻ ഓഫ് എ ബോഡി. ഒരു വസ്തുവിൻ്റെ പൊസിഷൻ കൊണ്ടുണ്ടാകുന്ന ആ ഒരു സ്വഭാവം കൊണ്ടുണ്ടാകുന്ന എനർജിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അത് പൊസിഷൻ ആകാം, അതിൻ്റെ കോൺഫിഗറേഷൻ ആകാം, ഇത് ഏതും ആകാം. അതുകൊണ്ടുണ്ടാകുന്നതിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അതിന് എക്സാമ്പിൾ ആണ് എനർജി ഇൻ എ സ്ട്രെച്ച്ഡ് സ്ട്രിങ്. ഒരു ചരട് എന്തെങ്കിലും നമ്മൾ വലിച്ചു പിടിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തു വലിച്ചു പിടിക്കുകയാണെങ്കിൽ ആ വലിഞ്ഞു നിൽക്കാനുള്ള ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? ആ ഒരു പൊട്ടൻഷ്യൽ എനർജിയാണ്. ഓക്കെ, ഇനി പൊട്ടൻഷ്യൽ എനർജി ഈസ് ദ റിലീസ്ഡ് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജി എപ്പോഴാണ് മാറുന്നത്? അത് കൈനറ്റിക് എനർജി ആകുമ്പോഴത്തേക്കാണ് അത് റിലീസ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ഒരു ബോഡിയുടെ പൊട്ടൻഷ്യൽ എനർജി നഷ്ടപ്പെടുന്നത് എങ്ങനെയാണ്? അത് കൈനറ്റിക് എനർജി ആയിട്ട് റിലീസ് ചെയ്യുമ്പോഴാണ്. അപ്പം വെറുതെ ഒരു വസ്തു ഇരിക്കുന്നു, അപ്പോൾ അതിന് എന്തുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. അത് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു. അങ്ങനെയാണ് അത് മൂവ് ചെയ്ത് പോകുന്നത്. ഇനി ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. ഈ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റിയാണ്. കാരണം എനർജി ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. സെയിം ഡയമെൻഷൻ ഓഫ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ml² T⁻² ആണ്. അത് എനർജിയുടെ ഡയമെൻഷൻ ആണല്ലോ, അത് തന്നെ. അതുപോലെ തന്നെ യൂണിറ്റ് ജൂളാണ്. ജൂള് തന്നെയാണ് പൊട്ടൻഷ്യലിൻ്റെയും യൂണിറ്റ്. അപ്പം ഏതൊരു എനർജി എടുത്താലും അതിൻ്റെ എല്ലാം യൂണിറ്റ് ജൂളും, അതുപോലെ യൂണിറ്റ് മീൻസ് SI യൂണിറ്റ് ജൂളും, അതുപോലെ ഡയമെൻഷൻ ml² T⁻² ആണ് ഏതൊരു എനർജി. അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ കേസിലും. സോ പൊസിഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ കൊണ്ടുണ്ടാകുന്നതാണ് പൊട്ടൻഷ്യൽ എനർജി. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു. എങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷനും യൂണിറ്റും വരുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത്.